അസ്സലാമലൈക്കും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ റോസ്റ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ചട്ടി അടുപ്പത്ത് വയ്ക്കുക, ഗ്യാസ് കത്തിച്ച് വെച്ചു, അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനകത്തോട്ട് ഉപ്പും കായം തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഹാഫ് കുക്ക് ആകുമ്പോഴാണ് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസിൽ ഇതിലേക്ക് ചേർക്കേണ്ടി വരുള്ളൂ. അപ്പോൾ ഇത് കുക്കാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടുന്നതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഈസി റെസിപ്പി ആണെന്നുള്ളത്. കുറേയേറെ സ്റ്റെപ്സ് ഒന്നും ഇതിനില്ല. ഈ സമയത്ത് നമുക്ക് സവാള ചെറുതാക്കി, ആവശ്യം വേണ്ട സവാള ഇതിൻ്റെ അകത്തോട്ട് ചെറുതാക്കി കട്ട് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ നീരിൽ വേണം ഇത് കുക്കാവാനായിട്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ലൊരു ഫ്ലേവർ ഇതിന് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ നമ്മളിതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുമ്പോൾ നമുക്ക് ഒരുവിധം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്കിനി വേണ്ടുന്നത് തക്കാളിയാണ്. തക്കാളി ഒരിത്തിരി വലുതാക്കി തന്നെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അലിഞ്ഞ് പൊക്കോളും. ഇതിൻ്റെ കൂടെ ഇത് കുക്കായി വരുമ്പോഴത്തേക്കും ഈ തക്കാളിയൊക്കെ അലിഞ്ഞ് അതാണ് ഒരു ഗ്രേവി ആയിട്ട് വരുന്നത്. പച്ചമുളക് ക്രോസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. പച്ചമുളക് കുറച്ച് വലുതാക്കി ചേർക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് അലിഞ്ഞൊന്നും പോകില്ല, അതങ്ങനെ തന്നെ കിടന്നോളും. അപ്പോൾ ക്രോസ് കട്ട് ചെയ്ത പച്ചമുളകും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ടത്. ഇനി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ളത് ചെമ്മീൻ റോസ്റ്റിന് എപ്പോഴും നല്ലതാണ്. ചെമ്മീൻ റോസ്റ്റ് പൊതുവേ സ്വല്പം മധുരമുള്ളതാണ് ചെമ്മീൻ എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പോൾ നമ്മൾ അത്യാവശ്യം എരിവ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് നന്നായിട്ട് ഇതാക്കിയിട്ട് വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കാം. അടച്ചു മൂടി വെക്കണം തീർച്ചയായിട്ടും. ഇതിൻ്റെ ആവിയിലിരുന്ന് വേണം ഇതൊന്ന് വേവാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ നീരും ഉപ്പും സവാളയുടെയൊക്കെ നീരും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഇതിനൊരു ഗ്രേവി കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പോൾ ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയാണ്. അത്യാവശ്യം എരിവ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുളക് പൊടി, അതുപോലെ പച്ചമുളകും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് സ്വല്പവും ചേർത്തിട്ടുള്ള ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എരിവ് ചേർത്താൽ മതി. പക്ഷേ എരിവുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. ഞങ്ങളുടെയൊക്കെ എല്ലാവർക്കും എരിവ് ഇഷ്ടമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം തന്നെ സവാളയൊക്കെ ഇതിൻ്റെ അകത്തോട്ട്